അപ്പോൾ ഇന്ന് സൺഡേ ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ 2 കറി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കറി നമ്മുടെ പോർക്കാണ്. പോർക്ക് കഴുകി കുക്കറിലാക്കി, അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുനുകുനാന്നരിഞ്ഞ് നമ്മൾ അത് കുക്കറിലേക്കിട്ട് പച്ചമുളകും ഉപ്പും ഇട്ട് വെച്ചു. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയുണ്ട്, നമ്മുടെ എരിവെള്ള മുളക് പൊടിയുണ്ട്, പിന്നെ ഗരം മസാല, ഇത് പിന്നെ വലിയ ജീരകം പൗഡർ. പോർക്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഉപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി, ഇനി മസാലപ്പൊടികളെല്ലാം ഇട്ട് ഉപ്പിട്ട് ഇട്ടിട്ടുണ്ടേ. ഉപ്പിട്ട് കൈ നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മി കൂട്ടുക കൊണ്ട് വേണ്ട. എന്നിട്ട് കുക്കർ അടച്ച് 2 വിസിലിന് ഒരു വിസിലിന് എടുത്ത് നോക്കുക. എന്നിട്ടില്ലെങ്കിൽ പിന്നെയും വെക്കുക. ചില പോർക്കൊക്കെ വേഗം വേകും, ചില പോർക്കിനൊക്കെ വേവ് കൂടുതൽ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വെക്കണം. ഒറ്റയടിക്ക് 2-3 വിസിലിനിട്ടാൽ ചിലപ്പോൾ വെന്ത് പോയാൽ പോർക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. വെന്ത് കുഴയരുത് പോർക്ക് എപ്പോഴും. നമ്മുടെ മാസ്റ്റർ റെസിപ്പിയാണ്. ഓക്കെ, പിന്നെ ചട്ടിയിലിട്ട് നമുക്ക് വരട്ടണതൊക്കെ നമുക്ക് അപ്പം കാണിക്കാം. അപ്പം ഇത്തരം സ്റ്റെപ്പ് ചെയ്തിട്ട് അടച്ച് ഇപ്പൊക്കെ ആവശ്യത്തിനുണ്ട് നോക്കിയിട്ട് പിന്നെ ഓക്കെ. മുളക് പൊടി, കുരുമുളക് പൊടി ഇടണം. അത് ലാസ്റ്റ് നമ്മൾ മറ്റേലിടും. ഓക്കെ. രണ്ടാമത്തെ സ്പെഷ്യൽ കറിയാണ് മോര് കാച്ചിയത്. പഴമൊക്കിട്ട ഏത്തപ്പഴമൊക്കിട്ട നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി കറിയാണത്. പഴം നല്ല കുനുകുന അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളക് കീറിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോവാണ്. തേങ്ങയും വെളുത്തുള്ളി 3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കീറിയിട്ടത്, പിന്നെ അതുപോലെ തന്നെ ജീരകം ഇട്ട്. ചിലർ മുളക് പൊടി ഇടുന്നവരുണ്ട്, ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പച്ചമുളകാണ്. അതൊരു പച്ചമുളക് ഇട്ട്. അപ്പോൾ ആ ടൈം പഴം വെന്തതിന് ശേഷം ഞങ്ങൾ അരച്ച മിക്സ് അതിലേക്ക് ഇട്ട് നല്ല രീതിക്ക് തിളച്ച് വന്നപ്പോൾ നമ്മൾ താളിച്ചിടുകയാണ് ചെയ്തത്. താളിച്ചിടാൻ നിങ്ങൾക്ക് അറിയാലോ, അത് ഞാൻ പറയാം. താളിച്ചിട്ട സമയത്ത് നമ്മുടെ പോർക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. വേഗം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നല്ല രീതിക്ക് ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില ഇട്ട് നല്ല മിക്സാക്കി തിളച്ച് വന്നപ്പോൾ ചോറ് കഴിക്കാനിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.